അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വീണ്ടും എനിക്ക് മറുപടിയുമായി ഇന്നലെ രാത്രി കുരുവട്ടൂർ നൗഷാദ് ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. ആ വീഡിയോ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. ഇവൻ ഇബ്ലീസിൻ്റെ ഒരു സാധാരണ അനുയായി അല്ല, മറിച്ച് ഇവൻ ഒറിജിനൽ ഇബ്ലീസ് തന്നെയാണ്. ഇബ്ലീസിന് സത്യമറിയാത്തത് കൊണ്ടോ ബോധ്യപ്പെടാത്തത് കൊണ്ടോ അല്ല അവൻ ശപിക്കപ്പെട്ടതും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതും. കാലകാലം നരകത്തിലാണെന്ന് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതും അവൻ്റെ അഹങ്കാരം കൊണ്ടാണ്. അതേപോലെ തന്നെയാണ് ഈ നൗഷാദും. അവന് കാര്യങ്ങൾ ബോധ്യമാകാത്തത് കൊണ്ടല്ല, അവൻ്റെ കിബർ അതിനനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മഹാരഥന്മാരുടെ കിതാബുകളിൽ പോലും കരിഞ്ചന്ത നടത്തുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്തുകൊണ്ടാണ് ഇന്നലെ എനിക്ക് മറുപടി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എന്നെ കാണുന്ന ആളുകളോട് എനിക്ക് ആദ്യമേ ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ ഒരല്പം ദൈർഘ്യമുണ്ടാകും. താല്പര്യമുള്ളവർ മാത്രം മുഴുവൻ കണ്ടാൽ മതി. നൗഷാദിൻ്റെ തട്ടിപ്പും വെട്ടിപ്പും, അവൻ എങ്ങനെയാണ് കിതാബുകളിൽ തിരിമറി നടത്തുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ബോധ്യമാകണമെങ്കിൽ ഈ വിഷയത്തിൻ്റെ വസ്തുത നിങ്ങൾ മുമ്പേ പഠിച്ചു കഴിഞ്ഞതാണ്. എന്നല്ല, ഏതൊരു ചെറിയ കുട്ടിക്കും അറിയാം ഇബ്ലീസ് ശപിക്കപ്പെട്ടവനാണെന്നും അവൻ ഒരിക്കലും മുസ്ലിം ആകില്ലെന്നും. പക്ഷെ ഇവർക്ക് മനസ്സിലാകാത്തത് കൊണ്ടല്ല, ഇവരുടെ ചില വാദങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി അഹന്ത നടിച്ച് സത്യത്തിനോട് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഞാൻ നൗഷാദിൻ്റെ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെയാണ് തുറന്നു കാണിക്കുന്നത്. അത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം മുഴുവൻ കണ്ടാൽ മതി. അല്ലാത്തവരുടെ സമയം ഞാനായിട്ട് നഷ്ടപ്പെടുത്തരുതല്ലോ. എന്തായാലും കുറേയായി നടക്കുന്ന ഈ ചർച്ച, അതിൽ നമ്മുടെ വിഷയം എന്താണ്? ഞാൻ പറഞ്ഞ വിഷയം നൗഷാദ് കൂടി അംഗീകരിച്ച് നൗഷാദ് കാണിക്കുന്ന ക്ലിപ്പ് മുമ്പ് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടി ആ വിഷയം കൃത്യമാക്കാൻ വേണ്ടി നൗഷാദ് തന്നെ കാണിക്കട്ടെ. എന്താ വാദം ഒന്ന് കൃത്യമാക്കുക, മദനി ഒന്ന് വന്നോട്ടെ. ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ എന്റെയും നൗഷാദിന്റെയും വാദം, നൗഷാദ് പറയുന്നത് ഇബ്ലീസ് അടക്കം ഏതൊരു ശൈത്വാനും തൗബ ചെയ്യുക, നന്നാവുക, മുസ്ലിം ആവുക എന്നത് മുംകിനായ കാര്യമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ്, അസംഭവ്യമാണ്, മുഹാലാണ് എന്ന് പറയേണ്ടതില്ല എന്നാണ്. എന്നാൽ എൻ്റെ വാദം, ഇബ്ലീസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവൻ ഒരിക്കലും മുസ്ലിം ആവുകയില്ല, അത് മുഹാലാണ്, അസംഭവ്യമാണ്. ഇനി നൗഷാദ് കൊണ്ടുവന്ന വാദം മനസ്സിലായല്ലോ. വാദം മനസ്സിലായി. ഒന്നുകൂടി പറയാം. നൗഷാദിന്റെ വാദം ഇബ്ലീസ് അടക്കം എന്ന് പറഞ്ഞാൽ ഇബ്ലീസും അതിന് താഴെയുള്ള സകല ശൈത്വാന്മാരും മുസ്ലിം ആകാൻ സാധ്യതയുണ്ട് എന്നാണ്. എൻ്റെ വാദം, ഇബ്ലീസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവൻ ഒരിക്കലും മുസ്ലിം ആവുകയില്ല, അത് മുഹാലാണ് എന്നാണ്. ഈ ചർച്ച പുരോഗമിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? അവന്റെ തൗഫീക്ക് കുറവ് കൊണ്ട് അത് ഒരിക്കലും സംഭവിക്കൂല. അത് റെഡി എന്നല്ലേ? റെഡിയാണ്. എൻ്റെ വാദം എന്താണോ ആ വാദത്തെ വളരെ കൃത്യമായി നൗഷാദ് തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. ഇബ്ലീസ് ഒരിക്കലും മുസ്ലിം ആവുക എന്നത് സംഭവിക്കുന്ന കാര്യമല്ല എന്ന് നൗഷാദ് അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി ഈ ചർച്ചയുടെ ഒരു ആവശ്യം പോലുമില്ല സത്യത്തിൽ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇബ്ലീസ് ആയതുകൊണ്ട് തന്നെ സത്യം അംഗീകരിക്കാൻ കിബർ അനുവദിക്കില്ലല്ലോ. അതുകൊണ്ട് വീണ്ടും അതിനകത്ത് കെട്ടിമറിഞ്ഞ് ഇമാമുമാരുടെ കിതാബുകളിലൊക്കെ തട്ടിപ്പ് നടത്തുകയാണ്. ഇപ്പോൾ ഉരുണ്ടുമറിയുന്നത് എങ്ങനെയാണ്? സാധ്യത എന്ന് പറയുന്നത് വേറെ, സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് വേറെ, സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത് വേറെ, അങ്ങനെ അത് വേറെ ഇത് വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ ഉരുണ്ടുമറിയാണ് ഈ സാധു. എന്തായാലും ഒരു ഉദാഹരണം കൊണ്ടുവരുന്നുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ, അവനിൽ നിന്ന് ദോഷം സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞോണ്ട് ചെയ്തു എന്നർത്ഥം വെക്കാൻ പാടില്ല. സാധ്യത ഒന്ന് വേറെയാണ്, ചെയ്യൽ, സംഭവിക്കൽ അത് വേറൊന്നാണ്. സംഭവിക്കാൻ സാധ്യത. വല്ലാത്തൊരു ഉദാഹരണമല്ലേ? ഇവൻ എന്ത് ഉദാഹരണം കൊണ്ടുവന്നാലും എന്ത് തെളിവ് കൊണ്ടുവന്നാലും അതൊക്കെ അവന് തന്നെ തിരിച്ചടിക്കുകയാണ്.
അതുപോലും മനസ്സിലാക്കാനുള്ള ബോധം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നത് എത്ര സങ്കടകരമാണ്. ഇപ്പൊ കൊണ്ടുവന്ന ഉദാഹരണം എന്താ? ഒരു മുഅ്മിനായ മനുഷ്യൻ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ തെറ്റ് ചെയ്തു എന്നതിനർത്ഥമില്ല, ഇല്ല. എന്നാൽ അവൻ നാളെ തെറ്റ് ചെയ്യാൻ സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. നിങ്ങളുടെ വാദം എന്താണ്? ഇബ്ലീസ് നാളെ ഒരിക്കൽ തൗബ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ്. എന്നാൽ സമ്മതിച്ചതോ? കുറച്ചു മുമ്പ് ഞാൻ കാണിച്ച ക്ലിപ്പിൽ സമ്മതിച്ചതോ? ഒരിക്കലും അവൻ തൗബ ചെയ്യുക എന്നത് സംഭവിക്കുകയില്ല എന്നാണ്. കാരണം അവന് തൗഫീഖ് ഇല്ലാതെ പോയി എന്ന്. ഉദാഹരണം എവിടെ കിടക്കുന്നു? സമ്മതിച്ച കാര്യം എവിടെ കിടക്കുന്നു? ഇനി നാടന്മാർക്ക് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയട്ടെ. എല്ലാ നാടന്മാർക്കും അതിരിയും. ഒരു വിഷയം സാധ്യത ഉണ്ട്, ഇപ്പൊ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത ഉണ്ട് പറഞ്ഞാൽ മഴ പെയ്തു അതിനർത്ഥമല്ല. സൂപ്പർ ഉദാഹരണം. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ മഴ പെയ്തു എന്നതിനർത്ഥമില്ല. മഴ പെയ്യാമല്ലോ. ഇബ്ലീസ് നന്നാകാമെന്നാണല്ലോ നിങ്ങളുടെ വാദം. നേരത്തെ സമ്മതിച്ചതോ? ഇബ്ലീസ് ഒരിക്കലും നന്നാവുകയില്ല എന്നും. എന്നിട്ടോ ഇബ്ലീസിന് ഇതൊക്കെ പറഞ്ഞിട്ടും ഇബ്ലീസിന് തൗബ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിന് തെളിവോ? ഇപ്പൊ പുതിയൊരു തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇബ്ലീസ് മൽഊനാണെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, സംശയമല്ല. ഇബ്ലീസ് നരകത്തിലാണെന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, സംശയമല്ല. ആ പറഞ്ഞ അല്ലാഹുവിന് അത് മാറ്റാൻ അധികാരമുണ്ട്. ഏതുപോലെ വ്യഭിചരിക്കുകയും തെറ്റുകൾ ചെയ്യുകയും ചെയ്തവർ ശാശ്വതമായി നരകത്തിലാണ് എന്ന് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ അല്ലാഹ് തന്നെ ഇല്ലാ മൻ താബ, തൗബ ചെയ്തവർ ഒഴികെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിപൊളി തെളിവ. എന്താണ് ഖുർആൻ എന്നും ഇസ്ലാം എന്നും അറിയാത്ത ഒരു പൊട്ടൻ പോലും ഈ തെളിവ് പറയൂ. ഈ പറഞ്ഞത് എന്താണ്? അതൊരു പൊതുവായ കാര്യമാണ്. ആളുകൾ തെറ്റ് ചെയ്താൽ, കുറ്റം ചെയ്താൽ, വേണ്ടാത്തരങ്ങൾ ചെയ്താൽ അവരിൽ നിന്ന് തൗബ ചെയ്യുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇബ്ലീസിന്റെ വിഷയം അതുപോലാണോ? ഇബ്ലീസിന്റെ പേരെടുത്തല്ലേ അള്ളാഹു പറഞ്ഞത്? ആ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ടല്ലേ അള്ളാഹു പറഞ്ഞത് അവൻ നരകത്തിലാണ്, ശപിക്കപ്പെട്ടവനാണ് എന്ന്? അതേപോലെയാണോ ഈ പറഞ്ഞ ആയത്ത്? ഇതുപോലും തിരിയാത്ത ഒരു അന്തം കെട്ട ചെങ്ങാതിയായി പോയല്ലോ ഇയാള്. എന്നിട്ടോ റൂഹുൽ ബയാനിൽ നിന്ന് അതിൻ്റെ കാര്യകാരണങ്ങൾ വ്യക്തമാക്കുന്ന ഒരു ഇബാറത്ത് വായിക്കുന്നുണ്ട്. അതും ഈ ചെങ്ങാതിക്കെതിരാണ്. നീ അതിന്റെ കാര്യകാരണങ്ങൾ പറയുന്ന കേട്ടോളൂ. കുല്ലു മുദ്നിബിൻ റജഅ ഇലൽ ഇൽതിസാമി ത്വാഅ, അല്ലാഹുവിനെ വഴിപ്പെടാ എന്നതിലേക്ക് മടങ്ങിയ ഏതൊരു പാപിയും അല്ലാഹുവിന് പുറത്തു കൊടുക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹ് റൂഹുൽ ബയാനിൽ പറയുന്നതാണ്. പിന്നെ തൗഫീഖ് വേണട്ടോ സംഭവിക്കണമെങ്കിൽ. വലൗലാ തൗഫീഖുഹു മാ താബ മുദ്നിബുൻ, പ്രത്യേകമായൊരു തൗഫീഖ് ഇല്ലെങ്കിൽ ഓനിൽ എന്നത് സംഭവിക്കൂല. സാധ്യത അല്ല എന്നല്ല, സംഭവിക്കൂല. കമാ ലാ യതൂബു ഇബ്ലീസ്, ഇബ്ലീസ് തൗബ ചെയ്യാത്ത പോലെ അദമി തൗഫീഖി, ഓന് തൗഫീഖില്ല. ഇപ്പൊ ഇബ്ലീസിന് തൗഫീഖില്ല, ഇബ്ലീസ് തൗബ ചെയ്യൂല എന്നൊക്കെ ആ ഇബാറത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. തൗഫീഖുള്ളവർക്ക് തൗബയുണ്ട്. ഇബ്ലീസാണ് ഉദാഹരണമായി എടുത്തു കാണിച്ചത് തന്നെ. അപ്പൊ എന്താണ്? ഇബ്ലീസിന് ഒരിക്കലും തൗബയില്ല എന്ന് ഇവൻ വായിച്ച ഇബാറത്തിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇബ്ലീസ് തൗബ ചെയ്യാത്തതുപോലെ എന്നാണ്, അവന് തൗഫീഖ് ഇല്ല എന്നാണ്. ഇതല്ലേ എൻ്റെ വാദം. ഇബ്ലീസ് തൗബ ചെയ്യൂല. നൗഷാദിന്റെ വാദം എന്താണ്? തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതിൽ കൂടുതൽ ഇതെങ്ങനെയാണ് ഈ ചർച്ച ചെയ്യുന്നത്? ഇതിന് കിതാബുകളുടെ ഇബാറത്തുകളൊക്കെ വായിച്ച് എത്ര മറുപടികൾ നമ്മൾ പറഞ്ഞു. റിഫായി ഷെയ്ഖിൻ്റെ മാല കൊണ്ടുവന്നു. അതിനകത്ത് റിഫായി ഷെയ്ഖ് പറഞ്ഞു, നീ എന്നെ ഇപ്പം തുടര്, എങ്കിൽ നിന്നെ ഞാൻ പഴയതുപോലെയാക്കാം. അത് സ്വാഭാവികമായും ആർക്കും മനസ്സിലാകുന്ന കാര്യമല്ലേ? തന്നെ ചതിക്കാൻ, തന്നെ വഴികേടിലാക്കാൻ വന്ന ഇബ്ലീസിനോട് നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നീ എന്നെ അനുസരിച്ചോളൂ, എന്നാൽ നിനക്കും നന്നാകാം എന്ന് പറഞ്ഞതാണത്ര ഇബ്ലീസിന് തൗബയുണ്ട് എന്നതിൻ്റെ വലിയ തെളിവ്. ഞാൻ തിരിച്ചെത്ര ചോദ്യങ്ങൾ ചോദിച്ചു, ആ വഴിക്കൊന്നും വന്നിട്ടില്ല. ഞാൻ ചോദിച്ചു, റിഫായി ഷെയ്ഖ് മഹാനവറുകൾ ഇബ്ലീസ് നന്നാകും എന്ന പ്രതീക്ഷയിലാണോ അവനോട് നീ എന്നെ അനുസരിക്കാൻ പറഞ്ഞത്? ആണോ എന്ന് ഞാൻ പലവട്ടം ചോദിച്ചു.
എന്താ നൗഷാദെ മറുപടി പറയാത്തത്? ഒന്നും മറുപടി പറയും, അപ്പോൾ ബാക്കി ഞാൻ പറഞ്ഞു തരാം. അതേപോലെ ഞാൻ പല ചോദ്യങ്ങളും മൂസാ നബി അലൈഹി ഇസ്ലാമും സഹോദരനും ഫിർഔനിൻ്റെ അടുത്തേക്ക് പോയപ്പോൾ ഖുർആനിൽ അള്ളാഹ് പറഞ്ഞില്ലേ, അവനോട് മാന്യമായി സംസാരിക്കണം, അവൻ നന്നായേക്കാം. അള്ളാഹു തആല അത് പറഞ്ഞത് ഫിർഔൻ നന്നാകുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, അവിടെ ഒരു പ്രബോധകൻ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പലിൽ ഇബ്ലീസ് കയറിയ സംഭവം തെളിവായിട്ട് കൊണ്ടുവരാൻ, എന്നിട്ട് പറയാ ഇബ്ലീസിന്റെ തൗബ ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യലാണ് എന്ന് മുമ്പ് 2-3 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. അതിനകത്തും അറിയില്ലേ, അള്ളാഹു തആലയ്ക്ക് നേരത്തെ തന്നെ അറിയില്ലേ അവൻ തൗബ ചെയ്യില്ല എന്നും അവൻ നന്നാകില്ല എന്നും. പിന്നെ അള്ളാഹു തആല എന്തിനാണ് അത് പറഞ്ഞത്? അത് ചില പാഠങ്ങളുണ്ട്, ചില ഹിക്മത്തുകൾ അതിൻ്റെ പിന്നിലുണ്ട്. അതല്ലാതെ ഇബ്ലീസിന് തൗബയുണ്ട് എന്നാണോ അതിൽ നിന്ന് കിട്ടുന്നത്? മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്ത് ഇബ്ലീസ് ചെന്നപ്പോൾ അവിടെയും ഇതുപോലെ ഇബ്ലീസ് ആദം നബി അലൈഹിസ്സലാമിൻ്റെ ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു തആല അത് പറഞ്ഞത് ഇബ്ലീസ് നന്നാകുമെന്നുള്ള പ്രതീക്ഷയിലാണോ നൗഷാദെ? ആണോ? അള്ളാഹു തആല അത് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വേറെ ഹിക്മത്തുകളുണ്ട്. നീ ഉടനെ തന്നെ ഇബ്ലീസിന് തൗബയുണ്ട് എന്നത് തെളിവായിട്ട് അതെടുത്തുകൊണ്ട് വരുന്നത് എന്തിനാ? മഹാന്മാരാകുന്ന അഇമ്മത്ത് എഴുതി വെച്ചിട്ടില്ലേ? ഇബ്നു ഹജറിനിൽ ഹൈത്തമി റഹിമഹുല്ല തുഹ്ഫയിൽ വളരെ കൃത്യമായി എഴുതി വെച്ച ഇബാറത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തെളിവായി വായിച്ചപ്പോൾ ഇപ്രാവശ്യം വന്നിട്ട് ആ ഇബാറത്തിൽ കരിഞ്ചന്ത നടത്താണ് ഇയാള്, തട്ടിപ്പ് നടത്താണ് ഇയാള്. തുഹ്ഫ വായിക്കാം, തുഹ്ഫ ഞങ്ങൾ അങ്ങോട്ട് വായിച്ചു തരാം. തുഹ്ഫ വായിക്കുന്നത് കേട്ടോളൂ. ചെയ്യുകയില്ല എന്ന് പറയുന്നത് വഹാബി വാദമാണോ? എടുക്ക് ഇബ്നു ഹജറിനിൽ ഹൈത്തമിയുടെ തുഹ്ഫ, അതെടുത്ത് വായിച്ചു നോക്കൂ നൗഷാദെ. നോക്കൂ, ഫായിദത്തുൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഖീല ഇസ്തസ്നാ അർബഅതു കുഫാരിൻ ലാ തുഖബലു തൗബത്തുഹും, 4 കൂട്ടരുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. ഇബ്ലീസ്, ഹാറൂത്ത്, മാറൂത്ത്, വആഖിറു നാഖത്തി സ്വാലിഹ്, സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകത്തെ അറുത്തവൻ, ഈ 4 കൂട്ടരുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല. എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയാ, ഖാല ബഅ്ദുഹും, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ലഅല്ലൽ മുറാദ അന്നഹു ലാ യതൂബൂൻ, സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം അവർ തൗബ ചെയ്യുകയില്ല എന്നാണ്. വഅഖൂലു, ചോദ്യോത്തരമായി തന്നെ ഉണ്ട്, ചോദ്യോത്തരം തന്നെ വായിച്ചു തന്നായി. അവിടെ വെച്ച് കട്ടാക്കി. എന്നിട്ട് ഈ സൈക്കിളേന്ന് വീണ് ചിരിയായിട്ട് വന്നിരിക്കുക. അതിൻ്റെ ശേഷം വായിച്ചാൽ ആർക്കും ബോധ്യപ്പെടും എന്താണ് പറഞ്ഞത് എന്ന്. എന്തായാലും ഇവൻ നടത്തട്ടെ അവന്റെ തട്ടിപ്പ്. തുഹ്ഫയില് അല്ലാഹ് സ്വീകരിക്കൂല എന്ന് ആദ്യം പറയാം. ലാ തുഖ്ബലു തൗബത്തും ഖീല എന്ന് പറഞ്ഞ അവിടെ ഒരു കൗല് ഉദ്ധരിച്ച തൗബ സ്വീകരിക്കൂല ഒന്നാമത്തത് ഇബ്ലീസ്. അത് മാത്രം വായിച്ചാൽ ആൾക്ക് കൺഫ്യൂഷൻ ആവും. അല്ലാഹ് തൗബ സ്വീകരിക്കൂല എന്നോ? അല്ലാഹ് പറഞ്ഞ് തൗബണ്ട് സുജൂദ് ചെയ്യണം എന്നാണല്ലോ. അപ്പൊ അതിന്റെ മുറാദ് ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറയല, അല്ലൽ മുറാദ് അന്നഹും ലാ യതൂബൂൻ, അതിന്റെ അർത്ഥം എന്താ? ഒരു തൗബ ചെയ്യൂല, തൗബ ചെയ്യൂല അതുകൊണ്ട് സ്വീകരിക്കൂല. അപ്പൊ തൗബ ചെയ്താൽ സ്വീകരിക്കും, അതല്ലേ അതിന്റെ മഫ്ഹൂമ്? അതല്ലേ അതിന്റെ മഫ്ഹൂമ്? മഫ്ഹൂം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മനസ്സിലാകുന്നത് അതല്ലേ എന്ന്. സത്യത്തിൽ തട്ടിപ്പ് നടത്തിയിട്ട് പോലും അതവന് തെളിവാകുന്നില്ല എന്നതാണ്. അവിടെയും തൗബ ചെയ്യൂല എന്ന് തന്നെയാ പറയുന്നത്. ആ പറഞ്ഞതൊരു തട്ടിപ്പാണെങ്കിലും ആ തട്ടിപ്പ് പോലും സത്യത്തിൽ അവന് തെളിവല്ല. എൻ്റെ നൗഷാദെ, എന്താ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത്? അത് ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായമാണോ? എന്തിനാണ് നീ ഈ കിതാബിൽ തട്ടിപ്പ് നടത്തുന്നത്? ഞാൻ ഒന്നുകൂടി വായിച്ചു തരാം. ഖാല ബഅ്ദുഹും, ചില പണ്ഡിതന്മാർ പറഞ്ഞു. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു എന്നാണോ? അല്ല, ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. ലഅല്ലൽ മുറാദ അന്നഹു ലാ യതൂബൂൻ, അവൻ ഒരിക്കലും തൗബ ചെയ്യുകയില്ല എന്നാണ് അതിൻ്റെ ഉദ്ദേശം. എന്നിട്ട് അതിന് ശേഷം വഅഖൂലു, ഞാൻ പറയുന്നു, ഇബ്നു ഹജറിനിൽ ഹൈത്തമി പറയുന്നു. അപ്പം ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായം പറയാൻ പോണേ ഉള്ളൂ. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം പറഞ്ഞു. ആ അഭിപ്രായത്തിൽ ഇബ്ലീസ് തൗബ ചെയ്യുകയേയില്ല എന്നാണ്. എന്നാൽ ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായം എന്താ? വഅഖൂലു, ഞാൻ പറയുന്നു, ബൽ ഹുവ അലാ ളാഹിരിഹി ഫീ ഇബ്ലീസ്, ഇബ്ലീസിന്റെ വിഷയത്തിൽ ആ പറഞ്ഞത് എന്താണോ അതിൻ്റെ ബാഹ്യാർത്ഥം തന്നെയാണ് വെക്കേണ്ടത്.
ഏതു പറഞ്ഞു? ലാ തുഖ്ബലു തൗബത്തുഹും എന്ന് പറഞ്ഞില്ലേ? അവരുടെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല എന്ന്. അതിലൊന്നാമത് പറഞ്ഞത് ഇബിലീസാണ്. അപ്പൊ ഇബിലീസിന്റെ തൗബ സ്വീകരിക്കപ്പെടുകയില്ല എന്ന അതിൻ്റെ വ്യക്തമായ പ്രകടമായ അർത്ഥം തന്നെയാണ് അതിന് കൊടുക്കേണ്ടത് എന്നാണ് ഇബ്നു ഹജറിനിൽ ഹൈത്തമി റഹിമഹുല്ലയുടെ അഭിപ്രായം. ഇവനത് അവിടെ വെച്ച് കട്ടു. എന്നിട്ട് കിതാബിൽ തിരിമറി നടത്തി. മറ്റു പണ്ഡിതന്മാരുടെ അഭിപ്രായത്തെ ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായമായി ഇവൻ ദുർവ്യാഖ്യാനിച്ചു. അപ്പോൾ ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായം തന്നെ ഇബ്ലീസ് തൗബ ചെയ്താൽ പോലും അത് സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ്. എത്ര കൃത്യമായിട്ടാണ് മഹാരഥന്മാർ രേഖപ്പെടുത്തിയത്. കളവല്ലാതെ പറയൂല. ഇപ്പം ഞാൻ ഇവന് മറുപടി പറയുന്നുണ്ട്. ഇവൻ പറയാണ് AP സമസ്തയിലെ വലിയ വലിയ ആളുകളൊക്കെ കൂടി മുശാവറ കൂടി എന്നെ ഏൽപ്പിച്ചതാണ് എന്ന്. ഇതാണ് ഇമാം ഷഹറാനി തങ്ങൾ പറഞ്ഞത്. ഈ പൊട്ടനാവും മനസ്സിലായില്ല. ഷഹറാനി ഇമാമിന്റെ വാക്ക് ഞാൻ വായിച്ചപ്പോൾ ചോദിക്കുന്നുണ്ട്, ഷഹറാനി ഇമാം അങ്ങനെ പറഞ്ഞിട്ടെന്നല്ല, ഷഹറാനി ഇമാം എന്റെ കിതാബ് ഇങ്ങനെ പിടിച്ചിട്ട് പച്ചക്കള്ളം പറയാണ്. ആ കിതാബ് തന്നെ കണ്ടില്ല. ഞാനത് കൊണ്ടുവരുന്ന എന്തിനറിയോ? കൂടുതൽ സമയം എടുക്കണില്ല. ഇവര് ഇത്രയും ബാലിശരാണെന്ന് അറിയിക്കാൻ AP സമസ്തന്റെ ഉന്നതരായ ആളുകൾ കൂടി മുശാവറ കൂടി ഇവനെ കൊണ്ട് തെളിവ് പറയിപ്പിച്ച്, അപ്പൊ എന്നെ വലിയ വലിയ ആലിമീങ്ങൾ എല്ലാവരും കൂടി മുശാവറ കൂടി തീരുമാനിച്ച് ഏൽപ്പിച്ച കാര്യമാണ് എന്നാ ഇവൻ പറയുന്നത്. ഞാനിത്ര വലിയ ആളായത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. വലിയ വലിയ ആലിമീങ്ങൾ, മുശാവറ അംഗങ്ങൾ, അവരൊക്കെ എന്നെ അറിയുമെന്ന് ഞാൻ പോലും ഇപ്പോഴും വിചാരിക്കുന്നില്ല. പക്ഷെ അവന് ഷെയ്ഖ് പറഞ്ഞു കൊടുത്തതായിരിക്കും. ഷെയ്ഖിന് പിന്നെ നേരിട്ട് വഹി ഇറങ്ങിയതായിരിക്കുമല്ലോ. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ പറയാണ് വലിയ വലിയ മുശാവറയിലെ ഉസ്താദുമാർ എന്നെ ചുമതലപ്പെടുത്തിയതാണെന്ന. എന്താണിത് പറയാൻ കാരണമെന്നറിയോ? മഹാനായ ഇമാം ഷഹറാനി റഹിമഹുല്ലയുടെ കിതാബിലും ഇതേപോലെ നേരത്തെ ഞാൻ കേൾപ്പിച്ചതുപോലെ ശുദ്ധമായൊരു നുണ പറഞ്ഞു, തട്ടിപ്പ് നടത്തി. അത് ഞാൻ കയ്യോടെ പിടികൂടി. അതിൻ്റെ ജാള്യത മറക്കാൻ വേണ്ടിയാണ് മീസാനും മുശാവറയും ഒക്കെ കൊണ്ടുവന്നത്. എന്താ നൗഷാദെ, ഇമാം ഷഹറാനിയുടെ കിതാബ് വായിച്ച് കഴിഞ്ഞ നിന്റെ പ്രസംഗത്തിൽ നീ എന്താ പറഞ്ഞത്? ഷഹറാനി ഇമാമിന്റെ കിതാബ് എന്നുള്ളൊരു സുഖം താരം മൂപ്പര് പറയുന്നത് ഇബ്ലീസ് നന്നാകാൻ ചാൻസ് ഉണ്ട് എന്നതിന് ആ ഹദീസ് തന്നെ മദീനാണ്. ഏത് ഹദീസ്? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തുള്ള ശൈത്താൻ മുസ്ലിമായി എന്ന ഹദീസ് തന്നെ മതി സാക്ഷാൽ ഇബ്ലീസും നന്നാവാൻ സാധ്യതയുണ്ട് എന്നതിന്. ഇത് പച്ച കള്ളമാണ് എന്നാ ഞാൻ പറഞ്ഞത്. നീ എന്താ പറഞ്ഞത്? സാക്ഷാൽ ഇബ്ലീസും നന്നാകാൻ നബിതങ്ങളോടൊപ്പമുണ്ടായിരുന്ന കരീൻ ശൈത്വാൻ അവൻ മുസ്ലിമായി എന്ന ഹദീസ് മാത്രം മതി എന്ന് ഇമാം ഷഹറാനി പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അത് കളവാണ്. ഇപ്പോഴും ഞാൻ പറയുന്നു, അത് കളവാണ്, പച്ച കളവാണ്. മഹാനായ ഇമാം ഷഹറാനിയുടെ കിതാബിൽ നീ കരിഞ്ചന്ത നടത്തിയതാണ്. അല്ലെങ്കിൽ നീ ഒന്ന് വായിക്ക്, നീ പറഞ്ഞത് കളവാണെന്ന് നിന്റെ വായനയിലൂടെ ഞാൻ തെളിയിക്കാം. ഷഹറാനി ഇമാമിന്റെ കിതാബ് നീ വായിക്ക്, ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ. വലം യസലിൽ ഖിലാഫ്, തർക്കം ഉണ്ടായിക്കൊണ്ടേയിരുന്നു, ബൈനൽ ഉലമ, പണ്ഡിതന്മാർക്കിടയിൽ, ഫി ഇബ്ലീസ്, ഇബ്ലീസിന്റെ വിഷയത്തിൽ തർക്കമുണ്ടായിക്കൊണ്ടേയിരുന്നു. ഈ വായിച്ച അത്രയും ഭാഗത്ത് എന്തായാലും ഇമാം ഷഹറാനി പറഞ്ഞിട്ടില്ല ഇബ്ലീസ് തൗബ ചെയ്യും എന്നതിന് ആ ഒരു ഹദീസ് മതി എന്ന്. ബാക്കി വായിക്ക്. നിങ്ങൾ ആലോചിക്കണം, ഇബ്ലീസിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കം. എന്താ തർക്കം? ഹൽ യസ്ലഹു, പറ്റുമോ, എന്ത് പറ്റുമോന്ന്? ഐ യുസ്ലിമ അംല, മുസ്ലിമാകാൻ പറ്റുമോ ഇല്ലേ? അതാണിപ്പോ തർക്കം. ഈ വായിച്ചതിലും നേരത്തെ പറഞ്ഞ ആ കാര്യമില്ലല്ലോ. മറിച്ചുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ആ വിഷയത്തിൽ രണ്ട് വീക്ഷണമുണ്ട് എന്നാണ്. ബാക്കി വായിക്ക്. ആ തർക്കം എവിടെ എത്തിയെന്നാ പറയാൻ പോണ. ഖിലാഫ്, ആ തർക്കത്തിന്റെ അടിത്തറ എവിടുന്നാണ്? ആ തർക്കം വന്നത് എവിടുന്നാണ്? ആ തർക്കം വന്നത് എവിടുന്നാ? ഈ തർക്കം ഉണ്ടായത് മുമ്പര് പറയാ, അത് അലാ ലബ്തി ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅാനനില്ലാഹു അലൈഹി ഫഅസ്ലം. ഫഅസ്ലം എന്ന വാക്കിനെ എങ്ങനെ ലൊമ്മ് കൊണ്ട് പറയണോ ഫത്ഹ് കൊണ്ട് പറയണോ എന്നതാണ് ഈ തർക്കത്തിന്റെ മാനദണ്ഡം.
ഈ വായിച്ചതിലും നേരത്തെ പറഞ്ഞ കാര്യമില്ലല്ലോ. ആകെയുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായം വരാനുള്ള അതിൻ്റെ മാനദണ്ഡം, അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ അത് ഇബ്ലീസിൻ്റെ വിഷയത്തിലാണോ ശൈത്വാൻ്റെ വിഷയത്തിലാണോ, അത് വേറൊരു ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഷഅറാനി ഇമാമിൻ്റെ തന്നെ അൽ ജവാഹിർ വ ദുററുൽ കുബ്ര എന്ന വേറൊരു കിതാബുണ്ട്. അതുപോലെ അൽ ജവാഹിർ വ ദുററു സുഗ്റ എന്ന വേറൊരു കിതാബുണ്ട്. ആ കിതാബുകളിലൊക്കെ എന്താണ് എഴുതി വെച്ചിട്ടുള്ളത് എന്നൊക്കെ ഞാൻ ചർച്ച ചെയ്യാൻ പോയാൽ ഈ വിഷയത്തിൽ നിനക്ക് ചിലപ്പോൾ തടിയൂരാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. തൽക്കാലം ഞാനത് അവിടെ വെക്കാൻ. നീ പറഞ്ഞില്ലേ ഞാൻ ഷഹറാനി ഇമാമിൻ്റെ കിതാബൊന്നും കണ്ടിട്ടില്ല എന്ന്. നൗഷാദെ, വെറുതെ അല്ല ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത് എന്ന് ബോധം നിനക്കുണ്ടാവണം. മുശാവറയൊന്നും കൂടണ്ട നിനക്ക് മറുപടി പറയാൻ. അത്രക്കൊന്നും നീ വലുതായിട്ടുമില്ല. നിന്നെ അവഗണിക്കാനാണ് ഞങ്ങളുടെ ആലിമീങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ആ വിവരം കെട്ട പാട്ടുകാരനെ വിമർശിച്ചപ്പോൾ അതിൽ തൂങ്ങി വന്നത് നീയാണ്. നിനക്ക് ഞാൻ മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ നീ പറയുന്നത് സത്യമാണെന്ന് സാധാരണക്കാർ തെറ്റിദ്ധരിച്ചു പോകുന്നത് കൊണ്ടാണ് ഞാൻ നിനക്ക് മറുപടി പറയാൻ തുടങ്ങിയത്. അല്ലാതെ നീ വലിയ ആളായിട്ടൊന്നും അല്ല. മുശാവറ കൂടി തീരുമാനിക്കാൻ മാത്രമൊന്നും നീ വലിപ്പം എത്തിയിട്ടില്ല എന്നെങ്കിലും നീ ആദ്യം ഒന്ന് തിരിച്ചറി. എന്തായാലും ഷഅറാനി ഇമാമിന്റെ കിതാബ് ബാക്കി വായിക്കി. അപ്പൊ ഫൈന്ന മിൻഹും, കാരണം ഉലമായിലുണ്ട് മൻ ലബത്ത, ഹദീസിനെ ലബത്താക്കിയവര്, ക്ലിപ്തമാക്കിയവര്. അസ്ലമു ബി ലമ്മിൽ മീം, മീമിന് ലൊമ്മ് ചെയ്ത അസ്ലമു എന്ന് വായിക്കണം. ഐഫ അസ്ലമു അന, ഞാൻ സലാമത്തായി മിൻഹു അവനിൽ നിന്ന് വായിക്കണം എന്ന് ചിലർ പറഞ്ഞു. ആ വായിച്ചതനുസരിച്ച് ഇബ്ലീസ് മുസ്ലിം അല്ല എന്നാവൻ. കാരണം അസ്ലമ എന്നല്ലല്ലോ വായിക്കുന്നത്, അസ്ലമു എന്നാണ്. ഞാൻ രക്ഷപ്പെട്ടു എന്നാണ്. ഇനി തുടരാണ് വമിൻഹും. തുടരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ വായിച്ചതിൽ നേരത്തെ പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഷഅറാനി ഇമാമ് ആ ഒരു ഹദീസ് കൊണ്ട് തന്നെ ഇബ്ലീസ് മുസ്ലിമാകും എന്ന് പറഞ്ഞത് നിങ്ങൾ ആരും കേട്ടിട്ടില്ലല്ലോ. കേട്ടിട്ടില്ല. ഇനി ബാക്കി വായിക്കി. ഇനി തുടരാണ് വമിൻഹും, ഉലമായിലുണ്ട് മൻ ലബതഹു, ആ ഹദീസിനെ ലബത്താക്കി എന്ന് പറഞ്ഞാൽ അർക്കത്തിട്ട് കൊടുത്തു. ബി ഫത്ഹിൽ മീം, മീമിന് ഫത്ത് കൊണ്ട് അസ്ലമ എന്ന്. അസ്ലമ എന്നത് ലബത്ത് ചെയ്ത ആളുകൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്തായി? എന്റെ ശൈത്താൻ മുസ്ലിമായി എന്നായി. അപ്പൊ ഇവിടെ എന്താ വിഷയം? പണ്ഡിതന്മാര് രണ്ടു പക്ഷത്തിൽ ഒന്ന് പറയുന്നത് മുസ്ലിം ആകൂല, ഓല അസ്ലമൂന്നാ വായിച്ചേ. മുസ്ലിമാകും എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അവരെന്താ വായിച്ച? അസ്ലമ എന്നാണ്. വമിൻഹും മൻ ലബത്തഹു ബി ഫത്ഹിൽ മീമി എന്ന് പറഞ്ഞതോടെ ഒരു കൂട്ടം പണ്ഡിതന്മാർ മുസ്ലിമാകും എന്ന് പറഞ്ഞു എന്നും അവരുടെ രേഖ അസ്ലമ എന്ന ഹദീസാണ് എന്നും ഈ പറഞ്ഞത് വളരെ പച്ചയായി വ്യക്തല്ലേ. എന്നിട്ട് ഈ പൊട്ടൻ ചോദിക്കുക അതിലേടാ ഉള്ളത്? അതിപ്പോഴും ഞാൻ ചോദിക്കുകയാണ് നൗഷാദെ, എവിടെയാണുള്ളത് ഈ ഹദീസ്? മതി, ഇബ്ലീസ് മുസ്ലിമാകാൻ സാധ്യതയുണ്ട് എന്നതിന് തെളിവാണെന്ന് ഷഅറാനി ഇമാമ് പറഞ്ഞതെവിടെ? എന്നെ പൊട്ടനെന്ന് വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. എവിടെ ഇമാം ഷഅറാനി പറഞ്ഞത്? അതിങ്ങോട്ട് വായിക്കല്ലേ വേണ്ടത്. സത്യത്തിൽ ഇയാൾക്കത് തിരിയാത്തത് കൊണ്ടൊന്നുമല്ല, അതിനകത്ത് പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ല. പച്ച നുണ പറയുക, എന്നിട്ട് ആ പച്ച നുണയെ ന്യായീകരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും കളവ് പറയുക. എന്താ ഇമാം ഷഅറാനി ആ പറഞ്ഞത്? ഒരു വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട്. ശൈത്വാൻ മുസ്ലിമാകുമോ ഇല്ലയോ? ശൈത്വാൻ മുസ്ലിമാകില്ല എന്നൊരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നു. അവർക്ക് തെളിവെന്താണ്? ഈ ഹദീസാണ്. ആ ഹദീസിൽ ഫഅസ്ലമു എന്നാണ് വായിക്കേണ്ടത് എന്നാണ് അവർ പറയുന്ന തെളിവ്. വേറൊരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നു അസ്ലമ എന്നാണ് വായിക്കേണ്ടത്, അപ്പൊ ശൈത്വാൻ മുസ്ലിമാകും എന്നാണ് അതിൻ്റെ ഉദ്ദേശം എന്ന്. ഈ പറഞ്ഞതിൽ രണ്ടഭിപ്രായം ഇമാം ഷഅറാനി എടുത്തുദ്ധരിച്ചു എന്നതല്ലാതെ ഇമാം ഷഅറാനി എന്തെങ്കിലും അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നും പറഞ്ഞിട്ടില്ല. ഇമാമുമാരുടെ കിതാബ് വായിച്ചിട്ട് പച്ച നുണ പറഞ്ഞതാ എന്ന് മാത്രമല്ല, ഈ വായിച്ചതിൻ്റെ മുകളിൽ ഒരു 2-3 വരികളുണ്ട്. അത് വായിച്ച ഇവൻ്റെ സകല വാദങ്ങളും പൊളിഞ്ഞു പോകുന്നത് കൂടിയാണ്. ഇവ മുമ്പൊരിക്കലും പറഞ്ഞിരുന്ന് അതിൻ്റെ മുമ്പുള്ളത് വായിച്ചാൽ എൻ്റെ ഉറക്കം നഷ്ടപ്പെടുമെന്ന്.
ഞാൻ അന്ന് അത് അവഗണിച്ചങ്ങോട്ട് വിട്ടതാണ് സത്യത്തിൽ. ഏതായാലും അതുകൂടി ഒന്ന് വായിക്കാം. അതിൻ്റെ ആ പാരഗ്രാഫിൻ്റെ തുടക്കം മുതൽ നിങ്ങൾ കേട്ടോളൂ. ഖുൽതുലി ശൈഖിന റളിയല്ലാഹു അൻഹു, ഇമാം ഷഅറാനി പറയാ, ഞാൻ എൻ്റെ ശൈഖിനോട് ചോദിച്ചു, മഹാനായ അലിയുൽ ഖവാസ് റഹിമഹുല്ല മഹാനവറുകളോട് ചോദിച്ചു. ചോദ്യം തന്നെ കേട്ടോണം. കൈഫ ശഖിയ ഇബ്ലീസു, ഇബ്ലീസ് എങ്ങനെയാണ് പരാജിതനായി പോയത്? വല്ലാഹു തആല വസഫഹു ബി അന്നഹു യഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, അല്ലാഹു തആല തന്നെ അവനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ പറഞ്ഞത് ഞാൻ റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു എന്ന്. അതേപോലെ വബി ഖൗലിഹി ലില്ലദി യുവസ്വിസു ലഹു വ കഫറ, അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവൻ വസ്വാസ് ഉണ്ടാക്കിയിട്ട് വഴിപിഴച്ചു പോയ ഒരാൾ, അയാളോട് അവൻ പറഞ്ഞു ഇന്നി ബരീഉം മിൻക, ഞാൻ നിന്നിൽ നിന്ന് ഒഴിവാട്ടോ, നീ പിഴച്ചു പോയതിന് നീ മാത്രമാണ് ഉത്തരവാദി എന്ന് ഇബ്ലീസ് പറയും. എന്നിട്ട് ഇമാം ഷഅറാനി പറയാ, വമൻ യഖാഫുല്ലാഹ തആല മുവഹിദുൻ ബിലാ ശക്കിൻ, അള്ളാനെ പേടിക്കുന്ന ഒരാൾ എന്തായാലും മുവഹിദായിരിക്കുമല്ലോ, സംശയമൊന്നുമില്ല. വമൻ യതബറഉ മിമ്മൻ കഫറ മുഅ്മിനുൻ ബിലാ ശക്കിൻ, കാഫിറായ ഒരാളിൽ നിന്ന് ഒഴിവാകുന്നവനും മുഅ്മിനാകുമല്ലോ, സത്യവിശ്വാസിയാകുമല്ലോ, സംശയമൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ഇബ്ലീസ് ഇങ്ങനെ പരാജിതനായി പോയത്? അപ്പോ മഹാനവറുകൾക്ക് കൊടുക്കുന്ന മറുപടി, ഫഖാല റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ മറുപടി പറയാൻ, ഹാദിഹി ഹിക്കായത്തുല്ലാഹി തആല അൻഹു ഫി ദാലിക്കൽ വഖ്തി, അവനാ പറഞ്ഞത് ഞാൻ അള്ളാനെ പേടിക്കുന്നു എന്ന് പറഞ്ഞതും നീ തെറ്റുകാരനായി പോയി, ഞാൻ അതിലില്ലോട്ടോ, ഞാൻ ഒഴിവാണ് എന്ന് പറഞ്ഞതുമൊക്കെ അല്ലാഹു തആല ഇബ്ലീസിന്റെ വാക്ക് എടുത്തുദ്ധരിച്ചതാണ്. അല്ല പറഞ്ഞതല്ല, ഇബ്ലീസ് പറഞ്ഞത് എടുത്തുദ്ധരിച്ചതാണ്. വലാ യൽസമു മിൻ ഖൗലിഹി ദാലിക ഐ യകൂന മുഅ്തഖിദൻ ലഹു ഫിൽ ബാത്തിൻ, ആ വാക്കിൽ നിന്ന് അവൻ യഥാർത്ഥത്തിൽ വിശ്വാസിയായിക്കൊണ്ട് പറഞ്ഞതാണ് എന്ന് കിട്ടിക്കൊള്ളണം എന്നില്ല. കമാ ഹുവ ശഅ്നുൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ കാര്യം പോലെ. മുനാഫിഖീങ്ങൾ പടച്ചോനെ പേടിയൊക്കെ വല്ലാതെ പറയും, പക്ഷേ നിങ്ങളെപ്പോലെ ഈമാൻ ഹൃദയത്തിലുണ്ടാവില്ല. അതേപോലെ ഞാൻ അള്ളാനെ പേടിക്കാണ് എന്നൊക്കെ ഇബ്ലീസ് പറഞ്ഞത് സത്യത്തിൽ അവൻ വിശ്വാസിയായി പറഞ്ഞതല്ല എന്ന് മറുപടി കൊടുക്കാണ്. അപ്പൊ ചോദ്യകർത്താവായ ഇമാം ഷഅറാനിക്കറിയാം ഇബ്ലീസ് പരാജിതനാണ് എന്ന്. മറുപടി കൊടുത്ത ഷെയ്ഖിനും അറിയാം അവൻ മുനാഫിക്കിന്റെ സ്വഭാവമുള്ളവനാണ് എന്ന്. ആ ഇബ്ലീസിനെ സ്വർഗത്തിൽ കടത്താൻ വേണ്ടിയാണ് ഈ ചെങ്ങാതി ഈ തട്ടിപ്പൊക്കെ നടത്തുന്നത്. എന്നിട്ട് അങ്ങനെ ബാക്കി കുറച്ചുകൂടി പറയുന്നുണ്ട്, ഞാൻ മുഴുവനും വായിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി നോക്കൂ. ഇത് ഹുവ അവ്വലു മൻ സന്നൽ കുഫ്റ വശിർക ഫിൽ ആലം, ഇബ്ലീസ് പരാജിതനായി പോയത് ലോകത്താദ്യമായി ശിർക്കും കുഫറും കൊണ്ടുവന്നവൻ, കാണിച്ചു കൊടുത്തവൻ ഇബ്ലീസാണ്. ഫഔസാറു ജമീഇ അഹ്ലിന്നാരി അലൈഹി മിൻഹ നദീറുഹ, നരകവാസികളുടെ മുഴുവൻ കുറ്റത്തിൻ്റെയും ഒരു ഓഹരി അവനുള്ളതാണ്, ഇബ്ലീസിനുള്ളതാണ്. എന്നിട്ട് പറയാണ് വലം യസലിൽ ഖിലാഫു ബൈനൽ ഉലമാഇ ഫീ ഇബ്ലീസ, അപ്പൊ ഇബ്ലീസിന് നരകാവകാശികൾക്ക് കൊടുക്കുന്ന ശിക്ഷ പോലത്തെ ഒരു ഓഹരി കൊടുക്കുമെന്ന് വരെ ഇമാം ഷഅറാനിയോട് അവിടുത്തെ ഉസ്താദ് പറഞ്ഞത് ഷഅറാനി ഇമാം രേഖപ്പെടുത്താൻ. എന്നിട്ട് പിന്നെ ഒരു ചർച്ച, വലം യസലിൽ ഖിലാഫു ബൈനൽ ഉലമാഇ ഫീ ഇബ്ലീസ എന്ന് പറഞ്ഞ് ഇമാം ഷഅറാനി ഇപ്പം നൗഷാദ് വായിച്ച ആ ഭാഗം രേഖപ്പെടുത്തുന്നത്. ഇതിലെവിടെയെങ്കിലും ഇബ്ലീസ് മുസ്ലിമാകും എന്ന് നിങ്ങൾ കേട്ടോ? ഞാൻ ഈ വായിച്ചത് തെറ്റാണെങ്കിൽ പറ നൗഷാദെ തെറ്റാണെന്ന്, ആൺകുട്ടികളെപ്പോലെ പറ, ഒന്ന് കേൾക്കട്ടെ. ഇങ്ങനെ കാപട്യം, കളവ്, തട്ടിപ്പ്, വെട്ടിപ്പ് എല്ലാം നടത്തിയിട്ട് ഇവന്റെ വാദത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഇമാമുമാരെ തള്ളാണ്. അതായത് പറഞ്ഞത് 4 കാര്യം. ഒന്ന്, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ട്. പണ്ഡിതന്മാർ തർക്കമുണ്ടാകാനുള്ള കാരണം ഈ ഹദീസ് എങ്ങനെ വായിക്കണം എന്നതിലുള്ള തർക്കമാണ് ഈ വിഷയത്തിലേക്ക് എത്തിപ്പെട്ടത്. 3, അസ്ലമ എന്ന് വായിക്കുന്നവർക്കാണ് ഇത് തെളിവാകുക ഇബ്ലീസ് മുസ്ലിമാകും എന്നതിന്. അങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് ഹദീസിന്റെ മറ്റ് റിപ്പോർട്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. കാരണം ശൈത്താൻ കാഫിറായിരുന്നു, അവൻ മുസ്ലിമായി തന്നെ ഉണ്ട്. അപ്പൊ അങ്ങനെ വായിക്കണം എന്നാണ് മനസ്സിലായത്. പിന്നെ ചെറിയൊരു ന്യൂനപക്ഷം അസ്ലമൂന്ന് വായിച്ചിട്ടുണ്ട്, അതൊരു അഭിപ്രായമാണ്. പക്ഷേ
ഹദീസിന്റെ റിപ്പോർട്ടുകളൊക്കെ നോക്കുമ്പോ അത് അസ്ലമ എന്ന് തന്നെ വായിക്കണം. അതാണ് പ്രബലം. ഇതാണ് എല്ലാ ഇമാമിങ്ങളും പറഞ്ഞ്. ഇവനെ കൊണ്ട് ഇതിനെക്കാട്ടി നല്ല നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി ഖണ്ഡനം നടത്തല. സത്യം പറയാം, അത് ശരിയാ, സത്യമാണ്. മുജാഹിദ് ബാലുശ്ശേരിയുമായിട്ട് ഖണ്ഡനം നടത്തലാണ് നിനക്ക് നല്ലത്. അതാകുമ്പോൾ രണ്ടു കൂട്ടരും നീ തട്ടിപ്പ് നടത്തിയ അത് തിരിച്ചറിയാനുള്ള വിവരമൊന്നും അയാൾക്കില്ല. അതുകൊണ്ട് നിനക്ക് വലിയ ആളാകാൻ പറ്റും. പക്ഷെ നമ്മുടെ അടുത്ത് നടക്കൂല. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഇമാമുമാരെ തള്ളാൻ ഒരു ചെറിയ ന്യൂനപക്ഷം ഇബ്ലീസ് മുസ്ലിം ആവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനേക്കാൾ പ്രാമുഖ്യം ഇതിനാണെന്ന് എല്ലാ ഇമാമുമാരും പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങ് പറയന്നെ. ഒരു ചെറിയ ന്യൂനപക്ഷം, ആരാണ് ആ ന്യൂനപക്ഷം? സുഫിയാൻ ബിൻ ഉയൈന റളിയല്ലാഹു അൻഹു, അതേപോലെ ഇമാം ഖത്താബി റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള പണ്ഡിതന്മാരിൽ ഒരു ഭാഗം അങ്ങനെ പറഞ്ഞു. അതിനെ തള്ളിക്കൊണ്ടാണോ ഇമാമുമാർ അതിനെ സമീപിച്ചത്? ആണോ? പണ്ഡിതന്മാർ അവരുടെ ആ അഭിപ്രായത്തെ എങ്ങനെയാ സമീപിച്ചത്? ആ രണ്ടഭിപ്രായം കൂടി അവർ ജംഉ ചെയ്തു, അല്ലാതെ തള്ളിക്കളയല്ല ചെയ്തത്. നീ തന്നെ ഒരിക്കൽ കൊണ്ടുവന്ന തെളിവാണല്ലോ മിർഖാത്ത്, മഹാനായ മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ലയുടെ. നിനക്കൊരു ഹദീസ് സ്വഹീഹാക്കാൻ വേണ്ടി നീ കൊണ്ടുവന്നിട്ട് അപ്പുറം ഇപ്പുറം ഒന്നും വായിക്കാതെ പോയി, ഞാൻ വായിച്ചിട്ട് പിന്നെ ഇന്നേ വരെ മിണ്ടാത്തൊരു ഇബാറത്ത് കൊണ്ടുവന്നില്ലേ, അത് ഞാൻ എടുക്കാം. അതിനകത്ത് നോക്കൂ, ഇബ്നു ഹജർ തങ്ങളുടെ അഭിപ്രായം മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ല എടുത്തുദ്ധരിക്കുകയാണ്. ഞാനിത് മുമ്പ് വായിച്ചാണ്, നീ മിണ്ടിയിട്ടില്ല. എന്താ പറയുന്നത്? അല്ലാഹിറു, വ്യക്തമാകുന്നത്, അന്നസ്തിബ്ആദ സുഫിയാൻ അലി ഇസ്ലാമിഹി ഇന്നമാ ഹുവ ലികൗനിഹി ഇഫ്രീതൻ. സുഫിയാൻ ബിൻ ഉയൈനയും അതുപോലെയുള്ള ആളുകളുമൊക്കെ ആ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ശൈത്വാൻ മുസ്ലിം ആവുകയില്ല എന്ന് പറഞ്ഞത് ആ ശൈത്വാൻ ഇഫ്രീത്തായതുകൊണ്ടാണ്, എന്ന് പറഞ്ഞ കൊടിയ ശൈത്വാനായതുകൊണ്ടാണ്. ലാലി കൗനിഹി മിൻ ദുർരിയത്തി ഇബ്ലീസ്, ഇബ്ലീസിന്റെ സന്താന പരമ്പരകളിൽപ്പെട്ട മറ്റു ശൈത്വാന്മാരായതുകൊണ്ടല്ല. സുഫിയാൻ ബിൻ ഉയൈന പറഞ്ഞതും ശരിയാണ്. അതേപോലെ മറ്റു പല ഭൂരിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞതും ശരിയാണ്. സുഫിയാൻ ബിൻ ഉയൈന പറഞ്ഞത് ശൈത്വാൻ മുസ്ലിം ആവുകയില്ല എന്ന് പറഞ്ഞത് കൊടിയ ശൈത്വാനാണ്, അഥവാ ഇഫ്രീത്താണ്. എന്നാൽ താഴെയുള്ള ശൈത്വാന്മാർ അവർ മുസ്ലിം ആകാം എന്നാണ് സുഫിയാൻ ബിൻ ഉയൈനയുടെയൊക്കെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ വിശദീകരിച്ചത്. ഇവൻ അതിനെയൊക്കെ ഒറ്റ തട്ടാണ്. എന്നിട്ടോ ഒരു ചെറിയ ന്യൂനപക്ഷം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇമാം ഷഹറാനിയൊക്കെ ഇതിനാണ് പ്രാമുഖ്യം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പച്ച നുണ പറയുന്നു. എന്നിട്ട് ഇവൻ പറയാണ് ഇമാം ഷഹറാനി അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ പറയണമായിരുന്നു. കേട്ടു നോക്ക്. തർക്കടില്ല. ഇമാം ഷഹറാനി എന്തു പറഞ്ഞു? ഇങ്ങനെ തർക്കണ്ട്. നമ്മളവിടെ വായിക്കുന്നത് അസ്ലമു എന്നാണ്. അസ്ലമു എന്ന് വായിക്കണം. അത് മാത്രം പറഞ്ഞു ഷഹറാനി ഇമാമാണ് പോയാൽ ഇതിന് തെളിവുണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതേസമയത്ത് രണ്ടു ഭാഗവും പറഞ്ഞ് അഭിപ്രായ വ്യത്യാസമുണ്ട്, രണ്ടു പേർക്കും ഈ ഹദീസാണ് തെളിവ് എന്ന് പച്ചയായി പറഞ്ഞു. ഇതിനെ റാജിഹാക്കുകയും ചെയ്തു മറ്റേ കിതാബിൽ. അതോടുകൂടി കഴിഞ്ഞില്ലത്. അങ്ങനെയൊന്നും കഴിയൂല നൗഷാദെ. നീ കളവ് പറഞ്ഞാൽ അത് പിടികൂടുക തന്നെ ചെയ്യും. ഷഹറാനി ഇമാം ആ അഭിപ്രായമാണ് റാജിഹി എന്നും പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞതുപോലെ ആ ഹദീസിൽ നിന്ന് ഇബ്ലീസ് മുസ്ലിം ആകുമെന്ന് കിട്ടുമെന്നും ഷഹറാനി ഇമാം പറഞ്ഞിട്ടില്ല. അതൊക്കെ നീ കളവ് പറഞ്ഞതാണ്. ഇമാമുമാരുടെ കിതാബുകളെ പച്ചയായി വ്യഭിചരിച്ചതാണ്. നീ വായിച്ച ആ ഇബാറത്തിൽ ഞാൻ ഇനിയും ചോദിക്കുന്നു, വെല്ലുവിളിക്കുന്നു. ആ ഇബാറത്തിൽ നീ പറഞ്ഞതുപോലെ ഇബ്ലീസ് മുസ്ലിം ആകുമെന്ന് ആ ഹദീസിൽ നിന്ന് കിട്ടുമെന്ന് എവിടെയുണ്ട്? മബ്ന എന്ന് പറഞ്ഞെടുത്ത് നിന്ന് കിട്ടുമെന്നാണോ നിന്റെ വാദം? നിന്നെ ഏതൊക്കെയോ മുദരിസുമാർ വിളിച്ചപ്പോൾ നീ അവരെ കൊണ്ടൊക്കെ വായിപ്പിച്ചു എന്നല്ലേ? എന്നാൽ നീ ഒന്ന് വായിക്കി, എന്നിട്ടൊന്ന് പറഞ്ഞതാ ഞങ്ങൾക്ക്, ഒന്ന് പറഞ്ഞതാ ഞങ്ങൾ കേൾക്കട്ടെ. എന്നിട്ട് ഇപ്പൊ പറയാം മറ്റേ കിതാബിലുണ്ട് ഷഹറാനി ഇമാം അതിനെ റാജിഹാക്കി എന്ന്. അതും നോണ. ഷഹറാനി ഇമാം എന്താ പറഞ്ഞത് നോക്കൂ നിങ്ങൾ. വഫീ ബഅ്ലി തുർക്കിൽ ഹദീസി, വേറെ മാർഗത്തിലൂടെ വന്ന ചില ഹദീസുകളിലുണ്ട്. ഫലാ യഉമുറുനി ഇല്ലാ ബി ഖൈരിൻ, ആ ശൈത്വാൻ എന്നോട് നന്മയല്ലാതെ കൽപ്പിക്കുകയില്ല. നബി തങ്ങളുടെ കൂടെ ഒരു ശൈത്വാൻ ഉണ്ടായിരുന്നെന്നും അവനെ മുസ്ലിമാക്കി എന്നുമുള്ള ആ ഹദീസ് ഉണ്ടല്ലോ, ആ ഹദീസ് വേറെ ചില ത്വരീക്കുകളിലൂടെ റിപ്പോർട്ടുകളിലൂടെ വന്നിട്ടുണ്ട്. അതിനകത്ത് മറ്റേ ഹദീസിലില്ലാത്ത ഒരു ഭാഗം കൂടിയുണ്ട്. അതാണ് അവൻ എന്നോട് നല്ലതല്ലാതെ കൽപ്പിക്കുകയില്ല എന്ന ഭാഗം. എന്നിട്ട് ഇമാം ഷഹറാനി എഴുതുകയാണ് ഫഹാദിഹി സിയാദത്തു, ഈ അധികമായി വന്ന വാക്ക് തദുല്ലു, അതറിയിക്കുന്നുണ്ട് അലാ അന്നഹു യസിഹു ഇസ്ലാമുഹു ഫിൽ ജുംല,
ആ ശൈത്വാന്മാർ മുസ്ലിമാകും എന്നതിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ ശൈത്വാന്മാർ മുസ്ലിമാകും എന്ന് പറഞ്ഞാൽ അതിൽ ഇബിലീസ് പെടില്ല നൗഷാദെ. ഇതാ ഞാൻ പറഞ്ഞത്, നീ ഇമാമുമാരുടെ കിതാബ് പച്ചയായി വ്യഭിചരിച്ചതാണ് എന്ന്. എന്തുകൊണ്ടാണ് ഇബിലീസ് പെടില്ല എന്ന് പറയുന്നത്? അതിന് ശേഷം പറയുന്നു ഫ ഇന്ന ഇബിലീസ, അപ്പോൾ തീർച്ചയായും ഇബിലീസ് ഖദ് അൻളറഹുല്ലാഹു ഇലാ യൗമിദ്ദീൻ, അവൻ ലോകാവസാനം വരെ ജീവിക്കും. എന്നിട്ട് പറയാണ് ഫലാ യസിഹു അൻ യുസ്ലിമ അബദ, അവൻ ഒരിക്കലും മുസ്ലിം ആവുകയില്ല. ഒരിക്കലും ആവുകയില്ല എന്ന് പറഞ്ഞാൽ അത് മുഹാലായി, അസംഭവ്യമായി. എന്നിട്ട് അതിൻ്റെ കാരണം പറയാൻ ലി അന്നഹു ലൗ ജാസ അൻ യുസ്ലിമ, അവൻ മുസ്ലിമായാൽ ലതഅത്വല ബഅദു ഹളറാത്തിൽ അസ്മാഇൽ ഇലാഹിയത്തി, ഇലാഹിയായ കുറേ പേരുകൾ അതിന് പ്രാധാന്യമില്ലാതായി പോകും. വമാ അസ്വല്ലാഹ അഹദുൻ, പിന്നെ അള്ളാഹുവിനെ ആരും എതിർക്കുകയില്ല, ധിക്കരിക്കുകയില്ല. ഫഇന്നഹു ലാ യസിഹു ഫിൽ വുജൂദി കുല്ലിഹി മഅസിയത്തുഹു മിൻ അഹദിൻ ഇല്ലാ ബിവാസിത്തതിഹി ഇമ്മാ ബിനഫ്സിഹി വ ഇമ്മാ ബിഅഅ്വാനിഹി. ലോകത്ത് പാപവും തെറ്റുമൊക്കെ ഉണ്ടാകുന്നത് പിശാചു മുഖേനയോ അല്ലെങ്കിൽ ഇബിലീസ് മുഖേനയോ അല്ലെങ്കിൽ ഇബിലീസിൻ്റെ അനുയായികൾ മുഖേനയോ ആണല്ലോ. അപ്പോൾ ഇബിലീസ് മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ ആരും തെറ്റ് ചെയ്യില്ല. അങ്ങനെ വന്നാൽ അള്ളാഹുവിൻ്റെ ചില പേരുകൾക്ക് പ്രാധാന്യമില്ലാതായി പോകും. അതൊക്കെ കൊണ്ട് തന്നെ ഇബിലീസ് ഒരിക്കലും മുസ്ലിമാകില്ല എന്ന് ഇമാം ഷഅറാനി രേഖപ്പെടുത്താൻ. ഇവൻ പറയാണ്, ഇമാം ഷഅറാനി അതിനെയാണ് റാജിഹാക്കിയത്. എവിടെ റാജിഹാക്കി? ഇമാം ഷഅറാനി ആ ഹദീസിൽ നിന്ന് കിട്ടുന്ന ഒരു വിവരം പറഞ്ഞു എന്നതുകൊണ്ട് ഷഅറാനി ഇമാമിൻ്റെ അഭിപ്രായമാകുമോ അത്? പണ്ഡിതന്മാർക്കിടയിൽ രണ്ട് അഭിപ്രായമുള്ളത് വിശദീകരിച്ചു എന്നതുകൊണ്ട് അത് ഇമാം ഷഅറാനിയുടെ അഭിപ്രായമാകുമോ? എന്തൊക്കെ തട്ടിപ്പാണ് ഈ ചങ്ങാതി നടത്തുന്നത്. എന്തിനു വേണ്ടിയാണെന്നാണ് ഓർക്കേണ്ടത്? ഇബിലീസിനെ തൗബ ചെയ്യിപ്പിക്കാനാണ്. എന്ത് കാര്യത്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തു വള്ളിയുണ്ടെങ്കിലും അതിൽ തൂങ്ങിയിട്ട് അവസാനം ഇപ്പം പെടാപ്പാടുപെട്ട് ചക്രശ്വാസം വലിക്കുമ്പോൾ ഓരോരോ തട്ടിപ്പുമായിട്ട് ഇറങ്ങാൻ. ഇനി നാളെ വേറെ തട്ടിപ്പുമായിട്ട് വരും. കാരണം അവർക്ക് വേറെ പണിയില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പറഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞ് ഞാൻ ചടച്ചു. കേൾക്കുന്ന നിങ്ങൾ പലരും ചടച്ചിട്ടുണ്ടാവും. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു 2-2.5-3 മണിക്കൂർ തികക്കാൻ പറഞ്ഞത് തന്നെ ഇങ്ങനെ പറയുന്നതിനൊരു പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് വരുമെന്നെനിക്കറിയാം, എന്തെങ്കിലും നുണ പറഞ്ഞിട്ട്. എന്തായാലും നോക്കാം നമുക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.